ഇന്ന് ഞാനൊരു ജനപ്രതിനിധി എന്ന നിലയിൽ ഒരു പ്രത്യേക സംഭവത്തിന് വിധേയനായി അല്ലെങ്കിൽ അഭിമുഖീകരിക്കേണ്ടി വന്നു. കാര്യം വളരെ ലളിതമാണ്. കേരള ഗവൺമെൻറ് 2024-25 ബഡ്ജറ്റ് പ്രസംഗത്തിൽ പ്രഖ്യാപിച്ച നവകേരള സദസ്സിനെ തുടർന്നുള്ള വികസന പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് 1000 കോടി രൂപയുടെ വികസന പദ്ധതികൾ പ്രഖ്യാപിച്ചു. എല്ലാ MLA-മാരോടും അവരവരുടെ നിയോജക മണ്ഡലങ്ങളിൽ 7 കോടിയിൽ കൂടാത്ത പ്രവൃത്തികൾക്ക് നിർദ്ദേശം നൽകാനാണ് പറഞ്ഞത്. ഞാൻ അത് സംബന്ധിച്ച് 23/8/24 കത്ത് കൊടുത്തു. ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ 2 വർക്ക് 7 കോടി രൂപയുടെ 2 വർക്ക് റോഡ് പ്രവൃത്തി കാക്കയങ്ങാട് പാലപ്പുഴ ആർളം ഫാമിലേക്കുള്ള റോഡാണ്, പ്രധാനപ്പെട്ട റോഡാണ്, നിങ്ങൾക്കെല്ലാം അറിയുന്ന റോഡാണ്. ആ റോഡിന് 5.25 കോടി രൂപയും ചാവശ്ശേരി വെളിയമ്പ്ര കൊട്ടാരം അതും ഒരു ഇന്റർ ലിങ്ക് റോഡാണ്, 2 പ്രധാനപ്പെട്ട റോഡുകളെ ലിങ്ക് ചെയ്യുന്ന റോഡാണ്. ആ റോഡിന് 1.25 കോടി രൂപയും എഴുതി കൊടുത്തു. അതങ്ങനെ തന്നെ പാസ്സായ റോഡിൻ്റെ ഉദ്ഘാടനം സാധാരണഗതിയിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഫണ്ടാണെങ്കിൽ MP ആണ് അതിൻ്റെ ഉദ്ഘാടകൻ. മന്ത്രി ഉണ്ടെങ്കിൽ പ്രോട്ടോകോൾ അനുസരിച്ച് മന്ത്രി MP അധ്യക്ഷൻ. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഫണ്ടാണെങ്കിൽ MLA, മന്ത്രി ഉണ്ടെങ്കിൽ മന്ത്രി ഉദ്ഘാടകൻ, MLA അധ്യക്ഷൻ. ഇനി തദ്ദേശ സ്വയംഭരണ സ്ഥാപനം കോർപ്പറേഷൻ്റെയോ മുനിസിപ്പാലിറ്റിയുടെയോ ഫണ്ടാണെങ്കിൽ ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനം. ഇത് സംസ്ഥാന സർക്കാരിൻ്റെ ബഡ്ജറ്റ് പ്രഖ്യാപനത്തിലുള്ള ഫണ്ടാണ്. അപ്പം എന്നോട് പറഞ്ഞില്ല. ഞാൻ ഇന്നലെ ഇരിട്ടിയിൽ വന്നു കഴിഞ്ഞപ്പോൾ ചെയർപേഴ്സനെ വിളിച്ചിട്ട് ഞാനും കൂടി വരുന്നുണ്ട് ഈ പരിപാടിക്ക്, എന്നോട് പറഞ്ഞില്ല. അപ്പോൾ രാവിലെ വന്നോ സാർ, രാവിലെ 10 മണിക്കാണെന്ന് പറഞ്ഞു. ഞാനിന്ന് രാവിലെ 10 മണിക്ക് വേറെ ആരും ഇല്ലാതെ ഞാനവിടെ പോയിരുന്നു. അവിടെ ചെന്നപ്പം സ്റ്റേജിൽ, ചെറിയ സ്റ്റേജാണ്, സ്റ്റേജിലേക്ക് ഞാൻ കയറുന്നതിന് മുമ്പ് തന്നെ CPM-ൻ്റെ കുറച്ച് പ്രവർത്തകർ ലോക്കൽ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ MLA പ്രവേശിക്കാൻ പാടില്ല, MLA-ക്ക് ഇതിൽ യാതൊരു റോളുമില്ല, ഇത് മുനിസിപ്പാലിറ്റിയുടെ സ്കീമാണ് എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഒച്ചപ്പാടുണ്ടാക്കി. അപ്പോഴേക്കും ചെയർപേഴ്സണൊക്കെ വിളിച്ചിട്ട് ഞാൻ സ്റ്റേജിലേക്ക് എത്തിയായിരുന്നു. അവിടെ ഇരുന്നു കഴിഞ്ഞപ്പോൾ ഞാനുണ്ടെങ്കിൽ പരിപാടി നടക്കില്ല എന്നുള്ളൊരു സാഹചര്യം വന്നു. വേണ്ട, ഉദ്ഘാടനം വേണ്ട. ഞാനപ്പോൾ ഇറങ്ങി താഴെ റോഡിൽ വന്നു. അപ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു മത്സ്യക്കടയാണ്. ആ മത്സ്യക്കച്ചവടക്കാരൻ എനിക്കൊരു കസേര ഇട്ട് തന്നു. ഞാൻ റോഡ് സൈഡിൽ അവസാനം ആ കസേരയിൽ ഇരുന്നപ്പോൾ CPM-ൻ്റെ ലോക്കൽ സെക്രട്ടറിയാണ് ആദ്യം മൈക്കെടുത്തൊരു പ്രസംഗം നടത്തി. ആ പ്രസംഗം വീഡിയോയിലുണ്ടാവും. അപ്പോൾ എനിക്കെതിരായിട്ട് ഞാനൊരു കാര്യം ഇതിനകത്ത് ചെയ്തിട്ടില്ല. ഞാൻ കൊടുത്ത കത്ത് അവർ അംഗീകരിക്കുന്നുണ്ട്. പക്ഷെ അദ്ദേഹത്തിൻ്റെ വാദം ഇത് 2024 ആദ്യം തന്നെ അനുവദിച്ച ഉത്തരവായ പദ്ധതിക്കാണ് MLA 23/8/24 കത്ത് കൊടുത്തത്. അത് എട്ടിയാലി മമ്മൂഞ്ഞാണ് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിശദീകരിച്ചു. അത് കഴിഞ്ഞ് അവർ പിരിഞ്ഞുപോയി. ചെയർപേഴ്സൺ നാമമാത്രമായ ഉദ്ഘാടന പ്രസംഗം നടത്തി. അവിടുത്തെ ലോക്കൽ മുനിസിപ്പൽ കൗൺസിലർ കോൺഗ്രസിന്റെ ശശിയാണ്, അദ്ദേഹത്തെ വിളിച്ചില്ല. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഉണ്ടായിരുന്നു, CPM-ൻ്റെ സോയ. അവർക്ക് പ്രസംഗിക്കാൻ തോന്നിയില്ല, ഒരു തടസ്സമില്ലായിരുന്നു, അവർക്ക് പ്രസംഗിക്കാൻ തോന്നിയില്ല. ചെയർപേഴ്സണി അവകാശവാദങ്ങൾ പോലും പ്രസംഗിക്കാൻ CPM ലോക്കൽ സെക്രട്ടറി ഈ ചടങ്ങിൽ കയറി പ്രസംഗിച്ച ലോക്കൽ സെക്രട്ടറി രാഷ്ട്രീയമായിട്ട് എന്നെ ആക്ഷേപിച്ച്, കോൺഗ്രസ് പാർട്ടിയെ ആക്ഷേപിച്ച്, UDF-നെ ആക്ഷേപിച്ച് പറഞ്ഞ ചടങ്ങിൽ പിന്നെ ചെയർപേഴ്സനെ 2 സെന്റൻസ് പോലും പറയാൻ കഴിഞ്ഞിട്ടില്ല. അത്രമാത്രം കുറ്റബോധത്തോടെയാണ് ഇരിട്ടി നഗരസഭയുടെ ചെയർപേഴ്സൺ ആ ചടങ്ങ് വീക്ഷിച്ചത്. അപ്പോൾ ഞാൻ സംസാരിച്ചപ്പോൾ അത് കഴിഞ്ഞപ്പം കോൺഗ്രസ് പ്രവർത്തകർ, UDF പ്രവർത്തകർ വന്നു. അവരെല്ലാം കൂടി പെട്ടെന്നൊരു ഹാൻഡ് മേക്ക് സംഘടിപ്പിച്ച് ഞാനും സംസാരിച്ചു. ഒറ്റ കാര്യം എന്താണ്, ഞാൻ കത്ത് കൊടുത്തു. ഞാൻ ചോദിച്ചത് മുഖ്യമന്ത്രിയുടെ നിയോജകമണ്ഡലത്തിൽ അദ്ദേഹം നിർദ്ദേശിച്ചത്, സ്പീക്കറുടെ നിയോജകമണ്ഡലത്തിൽ സ്പീക്കർ നിർദ്ദേശിച്ചത്, ഷൈല ടീച്ചറുടെ നിയോജകമണ്ഡലത്തിൽ ഷൈല ടീച്ചർ നിർദ്ദേശിച്ചത്, സജീവ് ജോസഫ് നിർദ്ദേശിച്ച ഇരിക്കൂറിൽ ഞാൻ നിർദ്ദേശിച്ചത് പേരാവൂരിൽ. അങ്ങനെയാണ് വന്നിട്ടുള്ളത്. അതൊരു യാഥാർത്ഥ്യമാണ്. അപ്പം ഞാനീ പറഞ്ഞ CPM നേതാവിൻ്റെ വാദഗതിയെയും ഞാൻ അവിടെ തന്നെ ഖണ്ഡിച്ചു. കാരണം അദ്ദേഹം പറഞ്ഞ് 24 ഇതായിന്നാ. എൻ്റെ കയ്യിൽ ഈ റോഡിൻ്റെ ഭരണാനുമതി കിട്ടിയത് 19/9/25 അതിൻ്റെ ഭരണാനുമതിയാണിത്. 19/9/25
അതിനാണ് ഭരണാനുമതി കിട്ടുന്നത്. ആ ഭരണാനുമതിക്കകത്ത് അതിൻ്റെ അകത്ത് 7 ഇടപാടുകളുടെ 7 കത്തുകളുടെ അല്ലെങ്കിൽ 7 നടപടിക്രമങ്ങളുടെ റെഫറൻസ് ഉണ്ട്. 1, 2, 3, 4, 7 എണ്ണത്തിലും അതെല്ലാം 25-ലാണ്. 2025 ഞാൻ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല, എല്ലാവർക്കും അറിയാം. ഇത് 19/9/2025 ഇതിന്റെ ഫൈനൽ ഓർഡർ വന്നത്. അതിലെ കോട്ട് ചെയ്തിട്ടുള്ള ഗവൺമെന്റ് ഓർഡറിൽ കോട്ട് ചെയ്തിട്ടുള്ള 7 ഉത്തരവുകളും 7 റഫറൻസും 25-ലെ റഫറൻസാണ്. അപ്പൊ CPM-ന്റെ വാദം അടിസ്ഥാനരഹിതമാണ്. അവരെ സത്യത്തിൽ കുട്ടിക്കൊരങ്ങിനെ കൊണ്ട് ചുടുചോറ് വാരിക്കുന്ന പണിയാണ് CPM ചെയ്തത്. ഞാൻ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നു എന്ന് മുനിസിപ്പൽ ചെയർപേഴ്സണോട് പറഞ്ഞപ്പം അവർ പാർട്ടി നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ടാകും. അതുകൊണ്ടാണ് ഇന്നലെ MV ജയരാജൻ ഏതോ ഇവിടുത്തെ ഒരു ചാനലിന്, എല്ലാ ചാനലിലും ഇല്ലെന്ന് തോന്നുന്നു, ഒരു ചാനലിൽ MV ജയരാജൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. കൃത്യമായിട്ട് തന്നെ. ഞാൻ MV ജയരാജനെ അങ്ങനെ ഒരു അവസരം തന്നതിന് പ്രത്യേക നന്ദി പറയാണ്. അദ്ദേഹത്തിന്റെ കുടുംബത്തിലെ പൈസയാണെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. അങ്ങനെയെങ്കിൽ ഞാൻ പോവില്ലായിരുന്നു. MV ജയരാജന്റെ ശ്രീധരൻ പൈസ കൊണ്ടാണ് റോഡ് നിർമ്മിക്കുന്നതെങ്കിൽ സണ്ണി ജോസഫോ മാർട്ടിൻ ജോർജോ ചന്ദ്രൻ ഇല്ലെങ്കിലോ PT മാത്യുവോ പോവില്ല. CPM-ന്റെ പാർട്ടി ഫണ്ടാണ് കേരളത്തിലെ ചാവശ്ശേരി റോഡ് നിർമ്മിക്കുന്നതെങ്കിൽ, പാർട്ടി ഫണ്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഞാൻ പോവില്ല. കേരളത്തിലെ ജനങ്ങളുടെ നികുതിപ്പണം ഉപയോഗിച്ച് നടത്തുന്ന ഒരു പരിപാടിയിൽ സ്ഥലത്തെ MLA എന്ന നിലയിൽ ജനങ്ങൾ എന്നെ ചുമതലപ്പെടുത്തിയ ഉത്തരവാദിത്വം ഞാൻ നിർവഹിക്കും. അത് MV ജയരാജന് മനസ്സിലാക്കാൻ കഴിയുന്നില്ലെങ്കിൽ എനിക്ക് സഹതാപേ ഉള്ളൂ. മുഖ്യമന്ത്രി അദ്ദേഹം എന്നെ കോട്ട് ചെയ്തത് KPC പ്രസിഡന്റ് കൂടിയാണ് MV ജയരാജൻ കോട്ട് ചെയ്തത്. അതുകൊണ്ട് ഗോവിന്ദ മാഷും കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനും ഈ കാര്യത്തിൽ അവരുടെ നിലപാട് വ്യക്തമാക്കണം. ധർമ്മടത്ത് എങ്ങനെയായി പൈസ അനുവദിച്ചത്? തലശ്ശേരിയിൽ എങ്ങനെയാണ് ഈ പൈസ അനുവദിച്ചത്? MV ജയരാജന്റെ വാക്കുകൾ എന്താണ്? അദ്ദേഹം ഏതായാലും എന്നെ പ്രകാശം പരത്തുന്നവൻ വിളിച്ചില്ല. പ്രകാശം പരത്തുന്നവൻ ഹൈക്കോടതി ജഡ്ജിമാരെ വിളിച്ചതുപോലെ എന്നെ പ്രകാശം പരത്തുന്നവൻ വിളിച്ചില്ല. KPC പ്രസിഡന്റ് വിളിച്ചിട്ടാണ് എന്നെ അവഹേളിച്ചത്. CPM-ന് ചേരുന്ന ശൈലിയായിരിക്കും. ഭയപ്പെടുത്തി ഞങ്ങളെ ഇല്ലാതാക്കാമെന്ന് കരുതുന്നെങ്കിൽ തെറ്റിപ്പോയി. ഇന്നത്തെ എന്റെ പ്രതികരണം അവിടെ CPM അണികളിൽ തന്നെ അവരുടെ സമീപനത്തോട് ശക്തമായ എതിർപ്പുണ്ടാക്കിയിട്ടുണ്ട്. നാട്ടുകാരിത് കാണണം, ഇത് ആവർത്തിക്കരുത്. ശക്തമായ പ്രതിഷേധം അറിയിക്കുന്നു. സർക്കാരിന്റെ ഫണ്ട് ഉപയോഗിച്ച് നടത്തുന്ന പരിപാടികളിൽ ബന്ധപ്പെട്ട ജനപ്രതിനിധികൾക്ക് പങ്കാളികളാകാൻ അവരുടെ അവകാശമാണ്, കടമയാണ്. ആ കടമയാണ് ഞാൻ നിർവഹിച്ചത്.